യാത്രക്കാർക്ക് ദുരിതമാവുകയാണ് കോട്ടയം തിരുനക്കര ബസ് സ്റ്റാൻഡ്. ബലക്ഷയം മൂലം ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു മാറ്റിയതിനു ശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുത്തതാണ് പ്രതിസന്ധി ഉയർത്തിയത്. താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുമെന്ന് നഗരസഭാ കൗൺസിൽ തീരുമാനം നടപ്പായില്ല. കോട്ടയത്ത് നിന്ന് മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയത്തെ പ്രസിദ്ധമായിട്ടുള്ള തിരുനക്കര ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബസ് സ്റ്റാൻഡ് എന്ന് പറയാൻ കഴിയില്ല, അതിപ്പോൾ ഒരു തുറസായ ഒരു പ്രദേശം. ഏതാണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് ഈ ബസ് സ്റ്റാൻഡ്, ഇവിടെ ഉണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് ഭീഷണിയാകുമെന്നും പഴക്കം ഉള്ളതിനാൽ അതുകൊണ്ട് പൊളിച്ചു മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് അത് പൊളിച്ചു മാറ്റിയത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിലധികം സമയമായി ഇത് വീണ്ടും തുറന്നു കൊടുക്കപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇത് തുറന്നു കൊടുക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടല്ല വീണ്ടും തുറന്നു കൊടുത്തത് എന്നുള്ളതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോമഡി ഉണ്ട്. കാരണം ട്രോളായിട്ട് പറയുന്ന ഒന്നാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി, ഇനി വീണ്ടും പുതിയൊരു കെട്ടിടം പണിതു കഴിഞ്ഞാൽ വീണ്ടും അത് പഴയതാകും, വീണ്ടും അതൊരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിക്കൊണ്ട് വളരെ വലിയ കരുതലാണ് കോട്ടയം നഗരസഭ ഈ തിരുനക്കര മൈതാനത്ത് നടത്തുന്നത് എന്നുള്ള ഒരു ട്രോൾ കോട്ടയത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ സുപരിചിതമാണ്. കാരണം കുട്ടികളടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ളവർ, സ്ത്രീകളടക്കമുള്ളവർക്ക് ഈ പൊരി വെയിലത്തും അതുപോലെ തന്നെ കനത്ത മഴയിലുമെല്ലാം അവർക്കൊരു ഷെൽട്ടർ പോലും ഇല്ലാതെയാണ് ഇവിടേക്ക് ഈ ബസ് സ്റ്റാൻഡിൽ കരുതി നിൽക്കുന്നത് എന്ന് കാത്തിരിക്കുന്നത് എന്ന് വ്യക്തമായി പറയാൻ കഴിയും. നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് ഇറങ്ങാം. ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് കുറെ നാളായി ചേച്ചി, ഒന്നും പണിതിട്ടില്ല, എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും കുറച്ച് കഷ്ടമാണ്, വണ്ടി കയറാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരുന്നു. നേരെയാക്കി കിട്ടിയ എല്ലാവർക്കും നല്ല. നിൽക്കുന്നതെല്ലാം ഇതുപോലെ കല്ലും എല്ലാം നിറഞ്ഞ സ്ഥലമാണ്. ബസ്സിനടിയിലൊക്കെ പെടാൻ വളരെ എളുപ്പമാണ്, കാരണം കാലെല്ലാം തെന്നിപ്പോകാനുള്ള കാരണം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. കാരണം ഇത്തരത്തിൽ ചരൽ നിറഞ്ഞൊരു പ്രദേശമാണ്. ഇവിടെയെല്ലാം സ്ത്രീകളെല്ലാം ബസ് വരുമ്പോൾ ഓടിക്കയറുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ തെന്നിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഇല്ലേ ചേച്ചി? എങ്ങനെ ചേച്ചി സ്ഥിരം യാത്രക്കാരിയാണ്? അതെ, ഇവിടെ എന്താ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാന്ന് വിശദമായിട്ട് പറയാം. നമുക്ക് സ്ത്രീകൾക്ക് വണ്ടി, ഒരു ശൗചാലയം പോലും ഇല്ല. ഒരു പ്രായമായവര് വന്ന് ഒന്ന് ബസ് ഇറങ്ങി ബാത്റൂമിൽ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ അടച്ചിട്ടിരിക്കും. ഭയങ്കര കഷ്ടമാണ് എല്ലാം കൊണ്ട്. തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾ അനുഭവപ്പെടുന്നത് എന്നാണ് സാധാരണക്കാരായിട്ടുള്ളവർ പറയുന്നത്. പ്രത്യേകിച്ച് ശൗചാലയം പോലും ഇല്ല, സ്ത്രീകളടക്കമുള്ളവർ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷം മുമ്പാണ് ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ച് മാറ്റൽ ആരംഭിച്ചു. സെപ്റ്റംബർ മാസത്തിൽ പൊളിച്ച് മാറ്റൽ ആരംഭിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഇത്തരത്തിൽ തുറന്നു കൊടുത്തത്, തുറസായ ഒരു പ്രദേശം തുറന്നു കൊടുത്തിട്ട്. പക്ഷേ ഇവിടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ നഗരസഭ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. വലിയ നിഷ്ക്രിയത്വം ഇതിന്റെ ഭാഗമായി ഇവിടെ കാണിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നഗരസഭ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാതെ ഇത് തുറന്നു കൊടുക്കേണ്ടി വന്നത് എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ കോട്ടയം നഗരസഭ കൗൺസിലർ വീണ്ടും നമ്മോടൊപ്പം ചേരുകയാണ്. നഗരസഭ എന്താണ് ഈ തിരുനക്കരയിൽ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? കാരണം ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ആളുകൾക്ക്, ഇവിടെ സ്ത്രീകൾക്ക് ശൗചാലയങ്ങളില്ല, ഒരു മഴയത്തോ വെയിലത്തോ കയറി നിൽക്കാനില്ല. എന്താണ് ഭരണസമിതി എന്താണ് പറയുന്നത്? 2020 കോട്ടയത്ത് പുതിയ ഭരണസമിതി നിലനിന്നിട്ട് ഈ 3.5 വർഷക്കാലം ചെയ്തു കൂട്ടിയത് ജനദ്രോഹപരമായ നടപടികളാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ തിരുനക്കര ബസ് സ്റ്റാൻഡ് കെട്ടിടം. ഈ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തില് 52ഓളം കടക്കാര് സ്വന്തം ഉപജീവന മാർഗം തേടിക്കൊടുന്ന ആളുകളെ വഴിയാധാരമാക്കിക്കൊണ്ടുള്ള പ്രവൃത്തിയാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിനൊരു കാരണം പറയുന്നത്, ഒരു സ്വകാര്യ വ്യക്തി ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കോടതിയിൽ അവതരിപ്പിച്ചതിന് പരിഹാരം കാണുന്ന കോടതി ഉത്തരവ് പ്രകാരമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കോടതി ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഈ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ 50 ലക്ഷം രൂപ മുടക്കിയാൽ ഇത്രയും വലിയ കെട്ടിട സമുച്ചയം പൊളിക്കേണ്ട അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. ഈ 50 ലക്ഷം രൂപ മുടക്കാതെ ഇതിന് പുതിയ DPR ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ട സാഹചര്യം എത്തിച്ചത് ഈ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അഴിഞ്ഞാട്ടവും മാത്രമാണ്. എന്നത്തേക്ക് ഇനി പുതിയ കെട്ടിടം വരുമോ? അത് എന്നത്തേക്കാവും? അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ തുടങ്ങും? അങ്ങനെ എന്തെങ്കിലും ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ സെപ്റ്റംബർ അവസാന ഭാഗത്താണ് ഈ കെട്ടിടം പൊളിച്ചത്. ഈ 1 വർഷക്കാലം ആകാൻ പോകുമ്പോഴും ഇതിന് DPR തയ്യാറാക്കുന്നതിന് പോലും ശ്രമിച്ചിട്ടില്ല എന്നൊരു വാസ്തവമായ കാര്യം. അതിലും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, ഈ കഴിഞ്ഞ അടുത്തൊരു നാളുകളിൽ മുനിസിപ്പാലിറ്റി കൗൺസിൽ യോഗങ്ങളിൽ സംസാരിച്ച സമയത്തില് ഇതിന്റെ ആധാരം ഉൾപ്പെടെ ഒരു കാര്യം കോട്ടയം മുനിസിപ്പാലിറ്റി ഇല്ല, നഷ്ടപ്പെട്ടു പോയെന്നൊരു മറുപടിയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്.
ഒരു ഉടമസ്ഥനുള്ള സ്ഥലത്തിന്റെ ആധാരമില്ലെങ്കിൽ എങ്ങനെ DPR തയ്യാറാക്കാൻ ഫണ്ട് അലോട്ട് ചെയ്യും? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീഴ്ച 2000 മുതൽ ഈ നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസ് ഭരണസമിതിയാണ്. ഈ 2000 മുതൽ ഈ 23 വർഷവും ഭരിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രേഖകളൊന്നും കയ്യില്ല എന്ന് പറയുമ്പോൾ കുത്തഴിഞ്ഞ ഒരു ഭരണമാണ് കോട്ടയം നഗരസഭയിൽ ഈ 2000 മുതൽ നടക്കുന്നത്. അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ വിലയിരുത്തിയാൽ അന്നേരത്തെ കാര്യം അറിയാം. ഇപ്പോഴത്തെ അവസ്ഥ 23 വർഷമായിട്ട് UDF ഭരിക്കുന്ന ഈ നഗരസഭയിലെ എല്ലാം കെടുകാര്യസ്ഥത മൂലം അഴിഞ്ഞാട്ടം മൂലം കുത്തഴിഞ്ഞു പോയി എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇവിടെ ശൗചാലയം പോലും ഇല്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് ഒന്ന് അത്യാവശ്യ കാര്യങ്ങൾ നിവർത്തിക്കാൻ, അതുപോലെ തന്നെ ചരലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എത്രയും പെട്ടെന്ന് ബസ്സിലേക്ക് ഓടിക്കയറുന്നു, ബസ് വരുമ്പോൾ ഓടി അടുത്തേക്ക് എത്തുമ്പോൾ തെന്നി വീഴാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു ഷെൽട്ടറെങ്കിലും അല്ലെങ്കിൽ ഒരു ശൗചാലയമെങ്കിലും നിർമ്മിച്ചുകൊണ്ട് വേണ്ടേ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടിയിരുന്നത്? തീർച്ചയായിട്ടും പറഞ്ഞത് പൂർണ്ണമായും യോജിക്കുന്നു. ഈ വിഷയത്തില് കഴിഞ്ഞ കൗൺസിൽ 2 കൗൺസിലായിട്ട് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ 8 കൗൺസിൽ അംഗങ്ങളും കൗൺസിൽ ബഹളം വയ്ക്കുകയും അതിന് പരിഹാരമായിട്ട് കഴിഞ്ഞ കൗൺസിൽ തീരുമാനമെടുത്ത് 7 ദിവസം കൊണ്ട് ഇത് പണി പൂർത്തീകരിക്കുന്ന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഉറപ്പ് തന്നതാണ്. പക്ഷേ ആ ഉറപ്പ് ഇന്നിപ്പോ 7 ദിവസം ആകാൻ പോണു. കാറ്റിൽ പറത്തിക്കൊണ്ട് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഉദ്യോഗസ്ഥരും ഭരണസമിതിയും കാഴ്ചവെക്കുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ മീറ്റിങ്ങുകളിൽ പൂർണ്ണമായിട്ടും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടറിയും ചെയർപേഴ്സണും ഒക്കെ ഉപരോധിക്കേണ്ട സ്ഥിതി വരെ വന്നിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായിട്ടും സമരങ്ങൾ തുടരുക തന്നെ ചെയ്യുക. കാരണം ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ആവശ്യമുണ്ടാകുമ്പോൾ അതിനുവേണ്ടി കൃത്യമായിട്ട് ഒപ്പം നിൽക്കുക തന്നെ വേണം. നമ്മളിപ്പോൾ ഈ ഇതുമായിട്ട് അടുത്ത് നിൽക്കുന്ന ടാക്സി ഡ്രൈവർ കൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ്. ചേട്ടാ, എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തത് മൂലം അനുഭവിക്കുന്നത്? ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 167, 168 മെമ്പർമാരാണ് ഈ ടാക്സി സ്റ്റാൻഡിലെ ഉപജീവന മാർഗമായിട്ട് ഇവിടെ കിടന്ന് വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് ഇവിടെ വാഹനം ഓടിച്ച് ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പുറകില് പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് 4 പാടും ചുറ്റി കെട്ടി അടച്ചിരിക്കുന്ന ഒരു ഗ്രൗണ്ടിലേക്കാണ് ഈ ടാക്സി വാഹനങ്ങൾ മാറ്റിയിരിക്കുന്നത്. വാഹനങ്ങൾ മാറ്റിയിരിക്കുന്നതനുസരിച്ച് അവിടെ ഒരു പൊതുജനത്തിന് അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ സ്കൂള് തുറന്ന സമയമൊക്കെ ആയിട്ടും ഒരു ട്രിപ്പ് പോലും അവിടെ കിട്ടാതെ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഈ തൊഴിലാളികൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അവിടെ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഈ ടൗണിന്റെ നഗരമധ്യത്തില് ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ വളരെയേറെ പൊതുജനത്തിന് അത് ഉപജീവന മാർഗം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പുറകില് പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് 4 പാടും ചുറ്റി കെട്ടി അടച്ചിരിക്കുന്ന ഒരു ഗ്രൗണ്ടിലേക്കാണ് ഈ ടാക്സി വാഹനങ്ങൾ മാറ്റിയിരിക്കുന്നത്. വാഹനങ്ങൾ മാറ്റിയിരിക്കുന്നതനുസരിച്ച് അവിടെ ഒരു പൊതുജനത്തിന് അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ സ്കൂള് തുറന്ന സമയമൊക്കെ ആയിട്ടും ഒരു ട്രിപ്പ് പോലും അവിടെ കിട്ടാതെ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഈ തൊഴിലാളികൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അവിടെ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഈ ടൗണിന്റെ നഗരമധ്യത്തില് ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ വളരെയേറെ പൊതുജനത്തിന് അത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ രണ്ട് പൊളിച്ചതിന് ശേഷം മാത്രം ഈ തൊഴിലാളികളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. 167 തൊഴിലാളികളുള്ള ഒരു ടാക്സി സ്റ്റാൻഡ് ഇപ്പൊ മാറ്റി ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മള് മുനിസിപ്പാലിറ്റി ആയിട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ നിവേദനങ്ങൾ പലതും കൊടുത്തപ്പോ കൗൺസിലിന് ശേഷം വിവരം അറിയിക്കാം എന്ന് മാത്രമാണ് പറയുന്നത്. ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു മറുപടിയും നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ ബസ് സ്റ്റാൻഡുമായി അനുബന്ധമായി നിൽക്കുന്ന നിരവധി ആളുകൾക്കും ഇത്തരത്തിലുള്ള കഥകൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മളിപ്പോൾ നമുക്കറിയാം, ഇത് കുട്ടികളടക്കമുള്ളവർ ഇതുപോലെ അവരെയും കൊണ്ട് ഓടുകയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. കാരണം ഒരു ഷെൽട്ടർ പോലും ഇല്ലാതെ അവർക്ക് ഈ ബസ് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ ബസ്സിനെ എല്ലാം ആശ്രയിക്കുന്നവർ. ഇത്തരത്തിൽ കുട്ടികളെ പോലും ആ കടുത്ത ചൂടിൽ നിന്നും മഴയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ നഗരസഭ അധികൃതരോട് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരന്ത വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ നഗരസഭ അധികൃതർ എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ചോദിക്കാൻ കഴിയുന്നത്. കാരണം അതിനുശേഷം മാത്രമേ ഉണർന്നു പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളൊരു ശാഠ്യം ഇവർക്കുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു.